ഹലോ നമസ്കാരം. വലതുവശത്തെ കള്ളൻ ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത് ഡിനു തോമസ് ഈലൻ എന്ന് പറഞ്ഞ ആളാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. സ്ക്രിപ്റ്റ് എഴുതി ബിജു മേനോൻ, ജോജു ജോർജ്, ലെന, അങ്ങനെ 13 താരങ്ങൾ, ഇർഷാദ്, അങ്ങനെ 13ഓളം താരങ്ങൾ അണിനിരന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു. ഒരു പ്രാവശ്യം കാണാനുള്ള സിനിമയുണ്ട്. സംഭവം ഇതിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പല സിനിമകളിലും നമ്മൾ കണ്ടു മറന്ന കുറേ സംഭവങ്ങൾ ഇതിൽ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് അതിൻ്റേതായ ഒരു കണക്റ്റും അതേപോലത്തെ ഒരു സ്റ്റൈലൊക്കെ ആയിട്ടൊന്നും തോന്നിക്കില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇഴച്ചിലൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ കാണും. നമ്മൾ വിചാരിക്കും ഇപ്പം അത് സംഭവിക്കും എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പല സംഭവങ്ങളുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കുറച്ച് ഇഴച്ചിലോട് കൂടിയാണെങ്കിലും പടം രസമുണ്ട്, ബോറടിക്കില്ല. എന്താണ് ഇത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ദേഷ്യം വരിക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ അറിയാലോ, ജിത്തു ജോസഫിൻ്റെ പടമാകുമ്പോൾ നമ്മൾ എന്തായാലും ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഈ സിനിമ സ്റ്റാർട്ടിങ്ങിൽ ഒരു റിവ്യൂവും കാണാതെ ഒരു അഭിപ്രായവും കേൾക്കാതെ പോയി കണ്ട പടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പടം ആസ്വാദനമായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ കഥ രസം തോന്നിക്കുന്നതും ത്രില്ലർ സ്റ്റൈലിലേക്ക് വരുന്നതും സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിൽ ബിജു മേനോൻ, അതുപോലെ ശ്യാം പ്രസാദ്, ബിജു മേനോൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ അങ്ങനെ നന്നായിട്ട് ആ ഒരു സൈക്കോളജിക്കൽ അഡ്വൈസൊക്കെ ആയിട്ട് അങ്ങനെ പടം തുടങ്ങി. പിന്നെ കുറച്ച് നേരം ആ ഒരു ബിജു മേനോൻ സ്റ്റൈലുകളൊക്കെ, നമ്മളിപ്പോൾ ബിജു മേനോൻ്റെ കുറേ സ്റ്റൈലുകൾ അറിയാമല്ലോ, കുറേ മാനറിസങ്ങളും സംഭവങ്ങളും അതൊക്കെ ഇതിൽ കുറേശ്ശെ ഇതിലും കണ്ട് അതിൻ്റെ ഇടയിൽ ജോജു ജോർജ് വരും. പക്ഷേ ജോജു ജോർജിനെ കാണുമ്പോൾ നമുക്ക് ആശാൻ്റെ ഇപ്പോൾ പല പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, പണി അതുപോലെയുള്ള പടങ്ങളൊക്കെ വരുമ്പോൾ വേറെ സ്റ്റൈലും കാര്യങ്ങളാണ്. ഇതിൽ വളരെ സിമ്പിളായിട്ടൊരു സാധാരണക്കാരൻ്റെ വേഷം, ആശാൻ മുഖത്ത് ക്ഷീണിതനായ ഭാവത്തിൽ, എന്നാൽ ഭയങ്കര IQ ലെവലുള്ള സിനിമ. ഈ സിനിമ നിങ്ങൾ കാണാതിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 IQ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് ഈ സിനിമയുടെ മെയിനായിട്ടൊരു കഥ പറയുകയാണെങ്കിൽ വരിക. അത് ആരാ എന്താണെന്നൊന്നും നമ്മൾ പറയില്ല, കാരണം പടത്തിൻ്റെ സ്പോയിലാവും. അപ്പോൾ സെക്കൻഡ് ഹാഫിലാണ് ഈ IQ തമ്മിലുള്ള കണക്ഷൻ കണ്ടമാനം വരുന്നത്. അതൊരു രസമായിട്ട് ജിത്തു ജോസഫ് ചിത്രീകരിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് വലിയ ബോറൊന്നും തോന്നിച്ചിട്ടില്ല. പിന്നെ മ്യൂസിക്കൽ പറയുകയാണെങ്കിൽ മ്യൂസിക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അപ്പോൾ ആ ഇമോഷണൽ ചേർന്നിട്ടുള്ള സ്റ്റൈലിൽ കുറേ മ്യൂസിക്കുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നേര് സിനിമയിൽ നമുക്ക് കുറേ ഇമോഷണൽ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രസമായിരുന്നു. വിഷ്ണു ശ്യാം എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് മ്യൂസിക് ചെയ്തേക്കണത്. അത് നന്നായിട്ട് പെർഫോമൻസ്, ആ ഒരു എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ക്രൈം ത്രില്ലർ അങ്ങനെയല്ല. ഒരു കുറച്ച് ഇമോഷണൽ വരുമ്പോൾ ആ ഇമോഷണൽ സ്റ്റൈലിലേക്ക് മാറും. പിന്നെ കുറച്ച് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സ്റ്റൈലിൽ പോവും. പിന്നെ എല്ലാവരും പെർഫോമൻസ് ബേസിൽ ലെന ആയാലും ജോജു ജോർജ് ആയാലും ബിജു മേനോനായാലും പിന്നെയുള്ള കുറച്ച് പുതുമുഖ താരങ്ങളുണ്ട്, എനിക്ക് പേരുകൾ അറിയില്ല അവർ. പിന്നെ നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന റിനോഷ്, അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് രസമായിട്ട് മറ്റേ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ഒരു 2-3 സീനിൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. അറിയണവർക്ക് മാത്രമേ ഇത് റിനോഷാണ് എന്ന് മനസ്സിലാവുള്ളൂ. അതാണ് പ്രത്യേകത. പിന്നെ അതുപോലെ ബിജുമോൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന ആ പയ്യനും ഒക്കെ നന്നായി ചെയ്ത് പെർഫോമൻസ് വഴിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം കാണാം. സെക്കൻഡ് ഹാഫ് നല്ല രസമായിട്ടുണ്ട്. ഒരിക്കലും ഈ പടം കാണാതിരിക്കരുത്. സെക്കൻഡ് ഹാഫിലൂടെയാണ് പടം കണക്ട് ചെയ്ത് IQ ലെവലിലൊക്കെ പോണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഒരു പ്രാവശ്യം കാണാനുള്ള പടം ഉണ്ട്. കാശ് പോവില്ല, ധൈര്യമായിട്ട് പോയി കണ്ടോളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിഷ്ടമായി പടം.